23 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും പാരൻസിൻ്റെ ഒപ്പമൊക്കെ ഒന്ന് ഓണാഘോഷിച്ചിട്ട്, നാട്ടിൽ ഓണാഘോഷിച്ചിട്ട്. ഇപ്രാവശ്യം നാട്ടുകാരുടെ ഒപ്പവും അതുപോലെ വീട്ടുകാരുടെ ഒപ്പം ഒരുപോലെ ഓണാഘോഷിക്കാനായിട്ട് പറ്റി. ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഒപ്പം ഓണാഘോഷിച്ചത് ഇന്നലെയായിരുന്നു, ഉത്രാടം ദിവസമായിരുന്നു. ഇന്ന് ഹസ്ബൻഡ് വീട്ടിൽ, പൊതുവേ എല്ലാവരും ഹസ്ബൻഡ് വീട്ടിൽ ഓണാഘോഷിച്ചിട്ട് ഉച്ചയ്ക്കോ വൈകുന്നേരമോ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. അപ്പോൾ എൻ്റെ പാരൻസിന് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ബാക്കി സിബ്ലിങ്സൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവർക്കും വലിയ സന്തോഷമായിരുന്നു. അവർ പറയുമായിരുന്നു എല്ലാ പ്രാവശ്യവും ഞാൻ വന്നിട്ട് 2 ദിവസം മുന്നും 3 ദിവസം മുന്നേ തിരിച്ചു പോകുമെന്ന്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ വന്ന ഓണമൊന്നും അല്ല ചിന്ത, അവിടുത്തെ ഓഫീസിലെ സ്ട്രെസ്സും അതും ഇതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിനൊന്നും യാതൊരു പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എത്രയൊക്കെ ഓണാഘോഷിച്ചാലും അവിടേക്ക് തന്നെ തിരിച്ചു പോകണ്ടേ. അപ്പോൾ അവിടെ ആയിരുന്നാൽ പോലും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ആയിരുന്നിട്ട് ഒരു വർഷം പോലും ഓണം സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിട്ടില്ല. ജസ്റ്റ് പോയി എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കും, അത്രയേ ഉള്ളൂ. കാരണം ഓഫീസിലെ സ്ട്രെസ്സ് അല്ലാതെ പിന്നെ നമ്മുടെ കൂടെ ആരുമില്ല, നമ്മുടെ സിബ്ലിങ്സ് ഇല്ല, നമ്മുടെ പാരൻസ് ഇല്ല, ആരുമില്ല. ഈവൻ ഫ്രണ്ട്സ് ആയാൽ പോലും ചില സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് വിടും. പിന്നെ ചില അസോസിയേഷൻസ് അവിടെയൊക്കെ ഓണാഘോഷം ഉണ്ടാവും. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ആ മുറിയിൽ നോക്കുമ്പോൾ കുറേ പേര് ഡ്രസ്സൊക്കെ ഇട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും, പുറത്തിറങ്ങിയ ആസ് യൂഷ്വൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഓണത്തിൻ്റെ ഒരു ഇത് ഓണച്ചന്ത, അതുപോലെ പുലിക്കളി, തിരുവാതിരക്കളി പള്ളിയിൽ, അതുപോലെ ഇങ്ങനെ ഓരോ അസോസിയേഷൻ, ഇവിടെയുള്ള അസോസിയേഷൻസൊക്കെ കളികൾ കണ്ടക്ട് ചെയ്യുന്നു. എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു വെക്കേഷൻ മൂഡ്, ഓണം സെലിബ്രേഷൻ കാണാൻ പറ്റും. ഈവൻ പ്രകൃതി പോലും ഓണമാണെന്ന് വിളിച്ച് പറയുന്ന രീതിയിൽ പൂക്കളും ബട്ടർഫ്ലൈസും ഒക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും ഈ വർഷത്തെ ഓണം വളരെ നന്നായിരുന്നു, വളരെ സന്തോഷമായി. പാരൻസിന് സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം.